UDFിന്റെ ആദ്യ ബജറ്റാണ്. മുഖ്യമന്ത്രി VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. അത് സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുക്കും എന്നും. എന്നാൽ അതേക്കുറിച്ച് ബജറ്റിൽ ഒന്നും പറയുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ്. 1000 കോടി രൂപയുടെ ബിസിനസ് ഒരു വർഷം മദ്യക്കമ്പനികൾക്ക് ചെയ്യാവുന്ന തരത്തിൽ നികുതി ഇളവ് നൽകിയിരിക്കുന്നു ബജറ്റിൽ. ആരും കാണാതെ, ആരും കേൾക്കാതെ വളരെ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഒരു മാധ്യമവും ഇക്കാര്യം വാർത്ത ചെയ്തിട്ടില്ല. എന്നാൽ മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് വാർത്താ സമ്മേളനം വിളിച്ചു. ഇതിൽ അഴിമതി മണക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. MP രാജേഷിന്റെ വാക്കുകൾ കേൾക്കാം. നിന്നുള്ള മദ്യത്തിനാണ് നമ്മൾ അനുമതി. കേൾക്കൂ, ചട്ടം കേൾക്കൂ. വീര്യം കുറഞ്ഞ മദ്യം എപ്പോഴും വിൽക്കാം. പക്ഷെ 251% നികുതി കൊടുക്കണം. അത് അവർക്ക് ലാഭകരമല്ല. അത് വ്യാപകമായി വിൽക്കാനാവില്ല 251% നികുതി കൊടുത്തിട്ട്. അപ്പൊ നികുതി ഇളവ് മാത്രമേ ഞങ്ങൾ കൊടുത്തുള്ളൂ എന്നുണ്ട്. അതാണല്ലോ വലിയ പ്രശ്നം. ആ നികുതി ഇളവ് കിട്ടിയാലേ വ്യാപകമായിട്ട് ഇത് വിൽക്കാൻ പറ്റൂ. IMFന്റെ അതേ നിരക്കിൽ ഈ നികുതി ഇതിന് ചുമത്തിയാൽ. അതുകൊണ്ടാണ് നമ്മൾ നികുതി ഇളവ് കൊടുക്കാതിരുന്നത്. ഇപ്പോ ഹോർട്ടി വൈൻ ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടോ. ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് നിയമസഭാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ഹോർട്ടി വൈൻ എന്ന കാറ്റഗറി. അതിന് പോലും വൈനിന്റെ നിലവിലുള്ള നികുതി നിരക്ക് എന്താണോ അതിന് ഇളവ് കൊടുത്തിട്ടില്ല. കൃഷിക്കാരുടെ കാര്യമായിട്ട് പോലും ഇളവ് കൊടുത്തിട്ടില്ല. ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അതാ വ്യത്യാസം. പഴവും പച്ചക്കറി ഉപയോഗിച്ചല്ല, ഇത് സ്പിരിറ്റ് തന്നെ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. മറ്റെല്ലാ മദ്യവും പോലെ സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അതിന് ഞങ്ങളൊരു നികുതി ഇളവ് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ എന്ന് മറ്റേ സിനിമയിലെ ഡയലോഗ് പോലെയല്ലേ അത്. ഇത്രയൊക്കെ ചെയ്തിട്ട് അത് മാത്രമല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. പ്രശ്നം എന്താ? 251% നിന്ന് 120% നികുതി ഇളവ് ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ വിപണി അവർക്ക് തുറന്നു കിട്ടുകയാണ്. 1000 കോടിയുടെങ്കിലും വിപണിയാണ് തുറന്നു കിട്ടുന്നത്. ഇന്നലെ ബജറ്റ് പ്രസംഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് LDF സർക്കാർ തീരുമാനിച്ചൊന്ന് നികുതി ഘടന തീരുമാനിച്ചിരുന്നില്ല. അപ്പൊ ഞങ്ങൾ നികുതി ഘടന തീരുമാനിക്കുക മാത്രമാണ് ചെയ്തത്. അതെ, നികുതി ഘടന തീരുമാനിക്കാത്തതിന്റെ കാരണം എന്താ? ഇളവ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ പറഞ്ഞ വാദത്തിൽ എന്താ? അതേ ഞങ്ങൾ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. അത് ചെയ്യുന്നതോടുകൂടിയാണ് ഇത് സുലഭമാവുന്നത്. മദ്യം വിൽക്കുന്നതിന് തടസ്സം നിലവിലില്ലല്ലോ. ഏത് മദ്യവും വിൽക്കാം. വീര്യം കുറഞ്ഞു വിൽക്കുന്നതിന് തടസ്സം വല്ലതുണ്ടോ? ഒരു തടസ്സമില്ല. അവരുടെ ആവശ്യമായിരുന്നു എന്ത്? 251 ഞങ്ങൾക്ക് ലാഭകരമാവില്ല, അത് കുറച്ചു തരണം. ആ ആവശ്യം LDF സർക്കാർ അംഗീകരിച്ചില്ല. അതാണ് കാര്യം. LDF സർക്കാർ അംഗീകരിക്കാത്തതിന്റെ കാരണം രണ്ടാണ്. ഒന്ന്, ഇത് സുലഭമാവും. രണ്ടാമത്തെ കാര്യം എന്താ? സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാവും. അതാണ് LDF സർക്കാർ അംഗീകരിക്കാത്തതിന്റെ കാര്യം. അപ്പൊ ഞങ്ങൾ ശരിയായ നടപടി സ്വീകരിച്ചു എന്ന് പറയേണ്ടി വരികയാണ് അവർക്കും. ഈ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ തന്നെ LDF സർക്കാരിനെ സമീപിച്ചിരുന്നു. അപ്പോൾ ഈ നികുതി ഇളവ് പറ്റില്ല എന്ന്. അതെ, മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നു. LDFനോടും LDF ഗവൺമെന്റ് ഉള്ളപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. അതെ, വീര്യം കുറഞ്ഞ മദ്യത്തിനാണ്. അതാണ് പുതിയ ഉൽപ്പന്നമായിട്ട് വരുന്നത്. അതിന് വേറെ നിയമ തടസ്സമില്ല വിൽക്കാൻ. അപ്പൊ LDF സർക്കാർ എന്ന പുതിയ കാര്യം തീരുമാനിച്ചു പറയാൻ പറ്റില്ല. കാരണം നിയമ തടസ്സമില്ല. മദ്യം ഏതും വിൽക്കാമല്ലോ. പക്ഷേ പ്രശ്നം എന്താ? തടസ്സം നികുതിയായിരുന്നു. ഈ ഉയർന്ന നികുതി കുറച്ചു തരണം എന്ന ആവശ്യം ഞങ്ങൾ അംഗീകരിച്ചില്ല. അധികാരമേറി ആദ്യ ബജറ്റിൽ തന്നെ അംഗീകരിച്ചു. ആദ്യ ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടിയിട്ടില്ല. പക്ഷേ മദ്യക്കമ്പനിയുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു. പല കാര്യങ്ങളും LDFന്റെ തുടർച്ച എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതേ സമയത്താണ് ഈ മേനോൻപാറയിലെ ഡിസ്ട്രിക്ട് മിന്നൽ മേനിക്കടക്കം റദ്ദ് ചെയ്യുന്നത്. അതെല്ലാം അതാ പറഞ്ഞത്. ഇതിന്റെ എല്ലാം വിവരങ്ങൾ പുറത്തു വരും. ഇതൊക്കെ കർണാടക മദ്യലോബിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. പണ്ട് പേര് ചോദിച്ചത് എന്താ മലബാർ ഡിസ്റ്റിലറി നിങ്ങൾ ആരംഭിക്കാത്തതെന്നാണ്. ഇപ്പോ അത്
ഉൽപാദനം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. മദ്യലോബിക്ക് വേണ്ടി ചെയ്യുന്നതാണത്. അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അഴിമതി സാധ്യത തന്നെയാണ് കാണുന്നത്. അല്ലാതെ പിന്നെ എങ്ങനെയാണ് 251% ഉണ്ടായിരുന്ന നികുതി 120 കൊടുത്താൽ ഒന്നും അതിന് തോന്നുന്നില്ലേ? ഒരു സംശയ കാര്യത്തിൽ തോന്നുന്നില്ല. അത് ആദ്യത്തെ ബജറ്റ് തന്നെ കൊടുത്തിരിക്കുകയാണ്.